ഒരിക്കലും നടക്കാത്ത പല കാര്യങ്ങളാണല്ലോ ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ എല്ലാത്തിൻ്റെയും മേളിൽ വെക്കാനായിട്ട് ഇതാ ഒരു പുതിയ വെളിപ്പെടുത്തലൂടി. ശരിക്കും ഇതിനു മുമ്പ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജറും നമ്മളോട് പറയാത്ത ചില സത്യങ്ങൾ ഇതാ ഇവിടെ ഡേവിഡ് കാറ്റല നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഫീൽഡ് വിഷൻ എന്ന വെബ്സൈറ്റിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് ഡേവിഡ് കാറ്റല ഈ സീസണിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സീസണിലെ നമ്മുടെ മാനേജ്മെന്റിന്റെ ന്യായീകരണങ്ങളൊക്കെ കേട്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഡേവിഡ് കാറ്റല എന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് തന്നെ ഇത് വന്ന് വെളിപ്പെടുത്തുമ്പോൾ അതിലും വലിയ ക്രെഡിബിലിറ്റി നമുക്കിനി അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? യൂട്യൂബർമാർ പറയുമ്പോഴാണല്ലോ ഇതൊക്കെ കോൺസ്പിറസി തിയറിയും അതുപോലെ തന്നെ റൂമറുകളുമായി മാറുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ കോച്ച് തന്നെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഈ സീസണിലെ ഇന്റന്റിനെ കുറിച്ചുള്ള റിയാലിറ്റി വെളിപ്പെടുത്തുമ്പോൾ അത് തീർച്ചയായും 100% ക്രെഡിബിൾ ആണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ മിക്കായൽ സ്റ്റാറിനെ സാക്ക് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഈ ക്ലബിൽ ഇങ്ങനെ ഒരുപാട് കോച്ചുകൾ വരും, അവരെല്ലാം സാക്കും ആവും, പക്ഷെ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് സാധാരണക്കാരായ നമ്മൾ ആരും അറിയില്ലെന്ന്. ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ആരാധകരെല്ലാം അത് അറിയുകയാണെങ്കിൽ ഈ ക്ലബിന്റെ അടിവേര് വരെ ഇളകാനുള്ള സാധ്യതയുണ്ടെന്നു. അതുപോലൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റലയിൽ നിന്നും വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഇന്റർവ്യൂ ആക്ച്വലി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം. നിങ്ങൾ എല്ലാവരും അത് കയറി വായിച്ചു നോക്കുക. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഇന്റർവ്യൂ കൂടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒട്ടും വൈകാതെ ഈ ഇന്റർവ്യൂവിലൂടെ ഡേവിഡ് കാറ്റല മാഗ്നം സ്പോർട്സിനെ കുറിച്ചും അവരുടെ ഈ സീസണിലെ പ്ലാനിങ്ങിനെ കുറിച്ചും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡേവിഡ് കാറ്റല ശരിക്കും ഈ ഇന്റർവ്യൂ വളരെ മാന്യമായിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പുള്ളി ഒരിടത്ത് പോലും മാനേജ്മെന്റ് മോശക്കാരാണെന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ചില സത്യങ്ങൾ ഫാൻസിനോട് മാനേജ്മെന്റ് ഈ സീസണിൽ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതാണ് ഈ ഒരു വീഡിയോന്റെ മെയിൻ ടോക്കിംഗ് പോയിന്റ്. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സീസണിലെ മോശം പെർഫോമൻസുകളെ കുറിച്ച് ഡേവിഡ് കാറ്റല ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു. കാരണം റിസൾട്ടുകൾ അത്ര നല്ലതല്ല, പോയിന്റുകൾ ഉണ്ടായിരുന്നില്ല. ഓബ്വിയസ്ലി പുള്ളിക്ക് അറിയായിരുന്നു ആ പ്രഷർ ഉണ്ടാവുമെന്നും ആൻഡ് ഇവൻച്വലി പുള്ളിക്ക് ജോലി നഷ്ടമാവുമെന്നൊക്കെ പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പുള്ളി ഈ സീസണിൽ നമുക്ക് കമ്പീറ്റ് ചെയ്യാനാവില്ലെന്ന് വളരെ പബ്ലിക്കായിട്ട് പ്രസ് കോൺഫറൻസിൽ വന്ന് പറഞ്ഞത്. നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് പറഞ്ഞു പുള്ളി സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആയുധം വെച്ച് കീഴടങ്ങി എന്നൊക്കെ. ആ ഒരു കാര്യങ്ങളും അങ്ങനെ ഫാൻസിന്റെ ഇടയിൽ ഉണ്ടായ ടോക്കുകളെ കുറിച്ചും ഈ ഇന്റർവ്യൂവർ ഡേവിഡ് കാറ്റലയോട് ഈ ആർട്ടിക്കിളിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി അതിനൊക്കെ പറയുന്നത് അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ക്ലബിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ ക്ലബിന്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ എങ്ങനത്തെ പ്ലെയേഴ്സൊക്കെയാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞതിൽ കംപ്ലീറ്റ് സെൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങിയത്. കാറ്റല ആദ്യം തന്നെ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയി. നമ്മുടെ ക്ലബ്ബ് ഈ സീസണിൽ സൈൻ ചെയ്ത ഒരു ഫോറിൻ താരത്തിനും ₹1 പോലും സാലറി ഇല്ല. അതെ, അവരെല്ലാവരും 0 സാലറി കോൺട്രാക്റ്റിലാണ് കളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും താരങ്ങളെ യൂറോപ്പിൽ പല ക്ലബ്ബുകളിലും കളിക്കാണ്ടിരുന്ന, ഒരുപാട് മാസങ്ങളിൽ ട്രെയിനിങ് പോലും ചെയ്യാത്ത താരങ്ങളെ ഈ സീസണിന് ഒരു 2-3 മാസത്തെ കോൺട്രാക്റ്റിൽ ഇവിടെ വന്ന് കളിച്ച് മേ ബി പെർഫോം ചെയ്താൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റിൽ അവരെ തന്നെ അടുത്ത സീസണിൽ അവർക്കൊരു പ്ലെയർ ആയിട്ട് സെല് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണത്രേ ഈ പ്ലെയേഴ്സിനേക്ക് ഇവിടെ കൊണ്ടുവന്നത്. സോ ലിറ്ററലി അവർ ₹1 പോലും ഒരു മത്സരം കളിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ. ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് കമ്പീറ്റ് ചെയ്യാനാണ് ഈ സീസൺ? അപ്പോൾ ഒരു കണക്കിന് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഈ സീസൺ ഒന്ന് തള്ളി നീക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കോസ്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വേറെ ഒരു പൈസയും ചെലവാക്കാണ്ട് ഒരു ടീമിനെ അങ്ങോട്ട് ഇറക്കി എങ്ങനെയെങ്കിലും റെലഗേഷൻ അവോയ്ഡ് ചെയ്യാമെന്നുള്ള ഒരു വളരെ പരിതാപകരമായ ഒരു ഇന്റന്റും മെന്റാലിറ്റിയാണ് നമ്മുടെ മാനേജ്മെന്റ് കാണിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഡേവിഡ് കാറ്റല ഇന്റർകാശിക്കെതിരെയേറ്റ തോൽവിക്ക് ശേഷം പറഞ്ഞത്, നമുക്ക് അവരായിട്ട് കമ്പീറ്റ് ചെയ്യാനുള്ള പൈസയില്ല, പിന്നെ എങ്ങനെ നമ്മൾ കളിക്കും? ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അത് കഴിഞ്ഞ് മഞ്ഞപ്പടയായിട്ടുള്ള മീറ്റിങ്ങിൽ ശരിക്കും നിഖിലിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഓണർ എന്താ പറഞ്ഞത്? ഇല്ല, കോച്ചിന് തെറ്റിപ്പോയതാണ്, നമ്മൾ ഇന്റർകാശിനേക്കാളും നല്ല ടീമാണ് ശരിക്കും, കോച്ച് അങ്ങനെ പറയരുതായിരുന്നെന്ന്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നില്ലെങ്കിൽ നിഖിലിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഈ റിക്രൂട്ട്മെന്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ സിഇഒയും സ്പോർട്ടിംഗ് ഡയറക്ടറും ആരെയൊക്കെയാണ് ഈ ക്ലബിലേക്ക് കൊണ്ടുവരുന്ന ഈ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊന്നും
കുറിച്ചൊന്നും ഒരു ഐഡിയയും നിഖിലില്ല. ആൻഡ് ദ സ്കെയറി തിങ് ഇസ് അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം നിഖിൽ ഈ ഒരു ബോളിൽ നിന്നൊക്കെ മാറി പുള്ളി വേറെന്തോ പരിപാടിയിലൊക്കെ ബിസിയാണെന്ന് തോന്നുന്നു. പുള്ളി ക്ലബിലേക്കൊന്നും തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. പുള്ളി ബേസിക്കലി പുള്ളിയുടെ ജോലി അബിക്കിലോട്ട് പാസ് ചെയ്തിട്ട് മാറിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കെപ്പോഴും കിട്ടിയിട്ടുള്ള ഈ സീസൺ. എന്തായാലും അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഓണറിന് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. കാരണം ഇവർ ഫീഡ് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്കിലൂടെ തന്നെ പുള്ളി വീണ്ടും ഇങ്ങനെ പോവും, പുതിയ പ്ലേയേഴ്സ് വരും പോവും. ശരിക്കും ആ ഒരു മെന്റാലിറ്റി ഓണറിൽ നിന്നാണല്ലോ പാസ് ഡൗൺ ചെയ്യേണ്ടത്. ആ ഒരു മെന്റാലിറ്റി ഇത്രയും ക്ലൂലെസ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പാസ് ഓൺ ചെയ്യാൻ പറ്റും? ഇനി നിഖിലും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്തെങ്കിൽ അത് അതിലും വലിയ പ്രശ്നം. അപ്പോൾ ഓബ്വിയസ്ലി പുള്ളിക്ക് അറിയാം ഇവരാരും ഒരു ഇന്റർകാശി ലെവലിൽ പോലുള്ള പ്ലെയേഴ്സ് അല്ല. പിന്നെ എന്തുകൊണ്ട് ഫാൻസ് ആയിട്ടുള്ള ആ മീറ്റിങ്ങിൽ നമ്മൾ ചോദ്യങ്ങൾ ഡിമാൻഡ് ചെയ്തപ്പോൾ പുള്ളി വന്ന് അവിടെ നുണ പറഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യനും അവിടെ. അപ്പം ഏത് കാര്യം ഏത് ആംഗിളിൽ നിന്ന് ചിന്തിച്ചാലും ഇവിടെ മാനേജ്മെന്റിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാറ്റല പിന്നെ ഈ 0 സാലറിയിൽ ക്ലബിലേക്ക് വന്ന ഒരു ഫോറിൻ താരത്തിനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പുള്ളി പറഞ്ഞ അവരുടെ ട്രെയിനിങ്ങിലെ മെന്റാലിറ്റി നല്ലതായിരുന്നു, അവർ നല്ലോണം വർക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഓബ്വിയസ്ലി നമുക്കറിയാമല്ലോ, പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരു 100 രൂപയാണ് ഒരു കമ്പ്യൂട്ടറിനെങ്കിൽ നമ്മൾ 25 രൂപയ്ക്ക് ആ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. അത് തന്നെയാണ് ഈ സീസണിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ ടോപ്പ് പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ വിൽക്കുകയും ലോണിനും ഒക്കെ വിട്ടു, എന്നിട്ട് എന്തൊക്കെയോ ഒരു ടീമിനെ തട്ടിക്കൂട്ടി. ശരിക്കും എന്തെങ്കിലും ആവട്ടെ, മുഹമ്മദൻ ഉണ്ടല്ലോ, അവർ നമ്മളെക്കാളും മോശം ടീമായതുകൊണ്ട് നമ്മൾ റെലഗേറ്റ് ആവില്ലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ മാനേജ്മെന്റ് ശരിക്കും ഈ സീസൺ കളിക്കാനിറങ്ങിയത്. പിന്നീട് നമ്മൾ കളി കണ്ട പലരും ഉയർത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് കാറ്റല ഇത്രമാത്രം ചേഞ്ചസ് ഫോർമേഷനിൽ വരുത്തുന്നത്? അതുപോലെ തന്നെ ഒരു ക്ലിയർ സ്റ്റൈൽ ഓഫ് പ്ലേ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മിഡ്ഫീൽഡിലൊന്നും ബോൾ ക്യാരി ചെയ്യാൻ ആൾക്കാരില്ല, വെറുതെ കെവിൻ യോക്കിലേക്ക് ബോൾ കൊടുക്കുന്നു, പുള്ളി കുറേ 1-on-1 അറ്റംപ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്നും ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു അപ്രോച്ച് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുത്തതെന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് ഒരുപാട് ഫാൻസ്. ആൻഡ് കാറ്റല ഇതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ തരുന്നുണ്ട്. ലൂണെ പോലെ ഒരു പ്ലെയറിനെ ആ മിഡ്ഫീൽഡിൽ നമ്മുടെ ടീം ക്ലിയർ ആയിട്ട് മിസ് ചെയ്തു എന്ന് പുള്ളി എടുത്തു പറഞ്ഞു. ഒപ്പോണൻസിന്റെ ലൈൻ ബ്രേക്ക് ചെയ്യാനാണെങ്കിലും അവരെ ഓപ്പൺ അപ്പ് ചെയ്യാനാണെങ്കിലും അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു സ്ട്രാറ്റജി അറിയുള്ളായിരുന്നു. കെവിൻ യോക്കിനും കോറൂനും ബോൾ കൊടുത്തിട്ട് അവരോട് ആ 1-on-1 മാനിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറയുക, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ശരിക്കും നമ്മുടെ മിഡ്ഫീൽഡിന്റെ ആ ഒരു കോമ്പോസിഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൊരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. ആൻഡ് വീണ്ടും വീണ്ടും ഫോർമേഷൻ ചേഞ്ച് ചെയ്തതിനും പുള്ളി ഒരു കാരണം പറഞ്ഞു, ഇത്രയും റിസൾട്ടുകൾ ഇല്ലാത്തൊരു ടീമിൽ എന്ത് ചെയ്താലും ശരിക്കും കുറ്റമാണ്. അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൂടുതൽ ചേഞ്ചുകൾ വരുത്തുകയാണെങ്കിൽ എല്ലാവരും പറയും ഒരു ഫിക്സ്ഡ് ടീമില്ല, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് 11 ചൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ചുകൾ വരുത്തുന്നതെന്ന്. ഇനി മത്സരങ്ങൾ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ചേഞ്ചുകൾ വരുത്തിയില്ല, ഒരേ ടീമിൽ ഫിക്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പറയും എന്തുകൊണ്ടാണ് ചേഞ്ചുകൾ വരുത്താത്തതെന്ന്. ആക്ച്വലി അത് ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് കേരളത്തിലോ ISL-ലോ മാത്രം നടക്കുന്നൊരു കാര്യമല്ല, വേൾഡിൽ എവിടെ പോയാലും ഫുട്ബോളിൽ മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണിത്. കാരണം 2 അപ്രോച്ച് എടുത്താലും ഒരു ടീം മോശമായിട്ട് കളിക്കുകയാണെങ്കിൽ എന്തായാലും അതിനെതിരെയുള്ള സംസാരങ്ങൾ വരും എന്നുള്ളത് വളരെ ഓബ്വിയസ് ആണ്. അടുത്തതായിട്ട് കാറ്റല വീണ്ടും ഒരു നറേറ്റീവ് പൊളിച്ചെടുക്കുകയുണ്ടായി. അതായത് ഐമനും അസറും കോച്ചിന്റെ പ്ലാനിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ക്ലബ്ബ് വിട്ടതെന്നാണല്ലോ ചില നറേറ്റീവുകൾ ഇവിടെ ഓടിക്കൊണ്ടിരുന്നത്. എന്തായാലും കാറ്റല അതിനോട് റെസ്പോണ്ട് ചെയ്തത് ഐ ആം നോട്ട് എൻ ഇഡിയറ്റ് എന്നാണ്. കാരണം പുള്ളി ഒരിക്കലും ക്ലബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പുള്ളിക്ക് ഐമനെ വേണ്ട, അസറിനെ വേണ്ട, നോവനെ വേണ്ട, ലൂണനെ വേണ്ട, ഇവരാരെയും വേണ്ട എന്ന് കാറ്റല ഒരിക്കലും എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് പുള്ളി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ക്ലബിൻ്റെ ഒരു അപ്രോച്ച് എപ്പോഴും ഏത് പ്ലെയറിന് ഓഫർ വന്നാലും നമ്മൾ അവരെ വിൽക്കും ഈ സീസൺ. അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ക്ലബ്ബ് തുടക്കത്തിൽ മുതൽ എടുത്തതെന്ന് പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പുള്ളി ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഐമൻ അസർ ട്രാൻസ്ഫർ കാരണം പുള്ളിക്ക് ഫാൻസ് ആയിട്ടുള്ള ഒരു റാപ്പോ നഷ്ടമായെന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ടെന്ന്. കാരണം സീസണിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർ നടന്നുകൊണ്ട് തന്നെ ഫാൻസിന് ഓൾറെഡി ആ ഒരു പുള്ളിയുടെ പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ പോയെന്നൊരു സാധനം വന്നല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് മനസ്സിലായി ഫാൻസും പുള്ളിയും തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നു. പക്ഷെ ക്ലബ്ബ് അവിടെ എന്തുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് ആർക്കും നൽകിയില്ല, നമുക്ക് ആർക്കും നൽകിയില്ല. നമ്മുടെ ഫാൻസിനോട് ക്ലബ്ബ് ആക്ച്വലി പറയണമായിരുന്നു, ഇത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. കാരണം അപ്പം പുള്ളീനെ ശരിക്കും അവിടെ ഒരു ബലിയാടാക്കിയ ഒരു രീതിയാണ്. ഇവർ ക്ലബ്ബ് ഒന്നും മിണ്ടിയില്ല, ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. ശരിക്കും പുള്ളി ക്ലബിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് പോലും അല്ല, പുള്ളിക്ക് ഈ പ്ലെയേഴ്സൊക്കെ ടീമിൽ ഉണ്ടാവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ആൻഡ്
അത് നമ്മുടെ മാനേജ്മെന്റ് അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓബ്വിയസ്ലി മാനേജ്മെന്റ് ഈ കോച്ച് പറയുന്നത് കേട്ടിട്ടില്ല, ഫാൻസ് പറയുന്നത് കേട്ടിട്ടില്ല. അവരവരുടേതായ ഓരോ തീരുമാനങ്ങൾ എടുത്ത് ഈ സീസണിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ അവസ്ഥയിലുള്ളത്. ഇപ്പോൾ പുതിയ പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം 0 സാലറിയിലാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതും അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ ഇമാതിരി ഫ്രോഡ് പരിപാടി ഈ സീസൺ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇവർ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഒരു ഫാൻസിനോടും ഈ ക്ലബിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആൾക്കാരോടും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എപ്പോഴും. നിങ്ങളിങ്ങനെ 0 സാലറിയിലൊക്കെ പലയിടത്തുനിന്നും ഒരിടത്തും കളിക്കാത്ത പ്ലെയേഴ്സിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയാണ് നിങ്ങൾ ഈ ISL സീസണിൽ ബാക്കിയുള്ള ടീമുകളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ കുറേ മാസങ്ങളായിട്ട് എവിടെയും കളിക്കാത്ത, ഒരു ക്ലബിൻ്റെ ഭാഗം പോലും അല്ലാത്ത, ട്രെയിനിങ് പോലും മര്യാദയ്ക്ക് ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാത്ത പ്ലെയേഴ്സിനെ നിങ്ങൾ വേറെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ പോലൊരു മാർക്കറ്റിലേക്ക് ഇങ്ങനൊരു സീസണിലേക്ക് പുതിയൊരു ടീമിലേക്ക് കൊണ്ടുവരികയാണ് ടു കമ്പീറ്റ് വിത്ത് അതർ ടീംസ്. ലൈക്ക് ആ ടീമുകളെല്ലാവരും തന്നെ അവരുടെ കോറിനെ റിട്ടൈൻ ചെയ്തു. നമ്മുടെ അത്രയും അഴിച്ചു പണിഞ്ഞ വേറൊരു ISL ടീമും ഇല്ല. ലൈക്ക് മുഹമ്മദൻസിന് ഫോറിനേഴ്സ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും അവരിൽ കുറച്ച് അവർ നമ്മളെക്കാളും താഴെയാണ്, അവരെ കൂട്ടണ്ട. എന്നാലും ബാക്കിയുള്ള ഒരു ടീമും എന്തായാലും ഇത്ര അഴിച്ചു പണികളൊന്നും നടത്തിയിട്ടില്ല. എന്ത് ലോജിക്കാണ് ഈ ഒരു ഫുട്ബോളിങ് ഡിസിഷൻ്റെ പിന്നിലുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ഒരു 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട്, ഒരു അത്യാവശ്യം ഫുട്ബോൾ കാണുന്ന, നമ്മളൊക്കെ 8ലും 10ലൊക്കെ എങ്ങനെയായിരുന്നു, അപ്പോൾ നമ്മൾ ഫുട്ബോൾ കാണുമല്ലോ, എല്ലാ ആഴ്ചയും കാണും. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ പോലും അവന് വരെ മനസ്സിലാവും ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് ഇങ്ങനത്തെ കളിക്കാരെ ഇങ്ങനത്തെ ഒരു സീസണിൽ കൊണ്ടുവന്ന്, അതും 13 മത്സരങ്ങളേ ഉള്ളൂ, സെറ്റിലാകുമ്പോൾ ടൈമില്ല. അങ്ങനെ ഒരു സീസണിൽ എങ്ങനെയാണ് ഈ ക്ലബ്ബ് കമ്പീറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നത്? അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പ്ലേയേഴ്സിനെങ്കിലും റിട്ടൈൻ ചെയ്യണ്ടേ? ഈ അയ്മൻ അസർ, നോറ, ഇങ്ങനത്തെ ആൾക്കാർ, അമീർ അനവാദ ഉണ്ടായിരുന്നു, അവനെയും വിറ്റ് കളഞ്ഞു. ഇവരെ ആരെയും നിർത്താണ്ട് എന്ത് മാജിക്കാണ് മാഗ്നം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യൻ ഫുട്ബോളിൽ ഇത്രയും മോശം ഡിസിഷൻ എനിക്ക് ഈ അടുത്തൊന്നും ശരിക്കും ഓർക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും വികാരഭരിതനായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിസിഷൻ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ലൈക്ക് നമ്മൾ കൊണ്ടുവരുന്ന സൈനിങ്സിന്റെ റിയാലിറ്റി ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഇതുകൊണ്ടാണ് ഇങ്ങനെ സാലറി ഒന്നും കൊടുക്കാതെ അപ്പം തന്നെ തോന്നുമ്പോൾ പറഞ്ഞു വിടുക, പുതിയ ആളെ കൊണ്ടുവരിക, പിന്നെയും കളിപ്പിക്കുക. ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലാണ് ശരിക്കും ഒരു ക്ലബ്ബ് ഇത്രയും മോശമായിട്ട് ISL ഇത്രയും വലിയൊരു ക്ലബ്ബ് മോശമായിട്ട് റൺ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് ബാഫിളിങ്. ശരിക്കും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതെന്ന്. ശരിക്കും മാഗ്നം ഒട്ടും സീരിയസ് അല്ലാത്തൊരു ഒരു തീരുമാനത്തിലേക്ക് പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ സീസൺ. ഒരിക്കലും ഒരു സക്സസ്ഫുൾ ക്ലബ്ബ് ആവാനുള്ള ഒരു മെൻറ്റാലിറ്റിയും ഇവർ കാണിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇവർ ഈ ട്രോഫി ഡ്രൗട്ടൊക്കെ എൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഒരിക്കലും ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ക്ലബിനെ കുറിച്ച് ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ഇങ്ങനത്തെ ആൾക്കാർ പവറിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്ലബ്ബ് നന്നാവാൻ പോകുന്നത്? ബാക്കിയുള്ള ക്ലബ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ല. മുംബൈ സിറ്റിയൊക്കെ ടേബിൾ ടോപ്പേഴ്സാണ്. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് പോയിട്ടും അവരവരുടെ കുറച്ച് 1-2 പ്ലെയേഴ്സിനെ റിട്ടൈൻ ചെയ്തു, ജോണി കൗക്കനെ സൈനും ചെയ്തു, ഇന്ത്യൻ കോറിനെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ട് അവരിപ്പം ടേബിൾ ടോപ്പേഴ്സാണ്. നമുക്കിത് വളരെ ബേസിക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഈ ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരാണ്ട് ലൂണേനെ റിട്ടൈൻ ചെയ്ത്, ലൂണയൊക്കെ എന്തായാലും പേക്കെട്ട് എടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ പറയാമല്ലോ, അത് ആക്ച്വലി അബിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അബിക്ക് പറയുന്നുണ്ട് ലൂണ ഇന്തോനേഷ്യയിൽ പോകാൻ വരെ പേക്കെട്ട് എടുത്തിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സീസൺ കൂടെ ഇങ്ങനെ 13 മത്സരങ്ങൾ കളിക്കാൻ ലൂണ പേക്കെട്ട് എടുക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഡെഫിനറ്റ്ലി ലൂണ എടുത്തിട്ടുണ്ടാവും. പുള്ളി ഇവിടെ കളിക്കാൻ എന്തായാലും ആ പേക്കെട്ട് എഗ്രി ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തിനു നമ്മൾ ലോണിന് വിട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും മാസം വെയിറ്റ് ചെയ്തു, അൺസർട്ടനിൽ കുറച്ചും കൂടെ നാൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഒരു ക്ലാരിറ്റി കിട്ടിയേനെ. ആൻഡ് ഹി വുഡ് ഹാവ് സ്റ്റേഡ് ഐ തിങ്ക്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ലോണിൽ റീകോൾ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എങ്കിലും ആ ഒരു കരാറിൽ വെക്കണമായിരുന്നു. പക്ഷേ ഇത് അത്ര പോലും പ്ലാനിങ് ഇല്ലാണ്ട് നടത്തിയ ഒരു റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി അതെന്തായാലും അടപടലം മൂഞ്ചിയിട്ടുണ്ട്. കാറ്റലയുടെ ഈ ഒരു തുറന്നു പറച്ചിലും കൂടെ ആയപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ കാറ്റല വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ ടീമിൽ ഒരു ലീഡർ ഇല്ലെന്നുള്ളത്. ആ ഡ്രസ്സിംഗ് റൂമിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് മോശമാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ ടീംമേറ്റ്സിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലീഡർ, അങ്ങനെ ഒരു ലീഡറിനെ കാറ്റലയ്ക്ക് ഈ ടീമിൽ കാണാനായില്ല എന്ന് പുള്ളി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഫാൻസ് തന്നെ പുറത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനെ ഒരു സീനിയർ പ്ലെയർ ആരാണുള്ളത്? അതിൻ്റെ ഒരു അഭാവം എന്തായാലും ഈ ടീമിലുണ്ടെന്നുള്ളതിലൊരു സംശയമില്ല. കാറ്റല വീണ്ടും എടുത്തു പറഞ്ഞു, ഒരു വലിയ റീബിൽഡ് ആവശ്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ. നല്ല ഫോറിൻ താരങ്ങളെ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഇന്ത്യൻ കോർ സ്ട്രെങ്തൻ ചെയ്യണം.
ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മാഗ്നത്തിൻ്റെ ഇതുവരെയുള്ള തീരുമാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് ഈ ക്ലബിനെ നല്ല രീതിയിൽ റീബിൽഡ് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് അവരെപ്പോഴും ന്യായീകരണങ്ങളാണ് നോക്കുന്നത്. എങ്ങനെയൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ ചെലവ് കുറയ്ക്കാം, ഇതൊക്കെ തന്നെയാണ് അവരുടെ ചിന്ത. അല്ലാണ്ട് എന്ത് അംബീഷനാണ് സീറോ സാലറിയിൽ ഫോറിൻ താരങ്ങളെ ഇങ്ങനെ ഒരു സീസണിൽ കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റ് കാണിക്കുന്നത്? എന്ത് എക്സ്പെക്റ്റേഷനാണ് ആ മാനേജ്മെൻറ്റിൽ നിന്നും ആരാധകർ എന്ന രീതിയിൽ നമ്മൾ വെക്കേണ്ടത്? ഒരു എക്സ്പെക്റ്റേഷൻ വെക്കേണ്ട കാര്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഈ ISL ക്ലബ്ബുകളെ ഒന്ന് നോക്കിക്കേ. ഫൈനാൻഷ്യലി ബ്രേക്ക് ഈവൻ ഏറ്റവും ആദ്യമാവാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്ലബ്ബ് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. ഇത്രയും വർഷങ്ങൾ മുമ്പ് നമ്മൾ വന്നപ്പോൾ തൊട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു ക്ലബിനെ ആ വേണ്ട ഡയറക്ഷനിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ISL തന്നെ ഏറ്റവും ആദ്യം ബ്രേക്ക് ഈവൻ ആവേണ്ടിയിരുന്ന ടീം നമ്മളായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ അവസ്ഥയൊന്ന് നോക്കിയേ. സീറോ സാലറിയിൽ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇതിനെ മിസ്മാനേജ്മെന്റ് എന്നല്ലാണ്ട് എന്താ വിളിക്കുക? ഇതാണ് പ്രോപ്പർ മിസ്മാനേജ്മെന്റ്. ഇനി വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മൾ കൺസിഡർ ചെയ്താലും, അത് കൺസിഡർ ചെയ്യണമെന്നല്ല പറയുന്നത്, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മൾ ഭയങ്കര ജനറസ് ആയിട്ട് ഭയങ്കര എംപതി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണോ അയ്യോ ഒരു അൺസർട്ടൺ സീസൺ ആണല്ലോ, അപ്പോൾ എന്തെങ്കിലും മിസ്കാൽക്കുലേഷൻ പറ്റിക്കാണും ക്ലബിൻ്റെ ഭാഗത്തു നിന്ന്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനത്തെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാലും ഈവൻ ദെൻ ഞാൻ പറയുകയാണ്, അറ്റ്ലീസ്റ്റ് അത് ഫാൻസിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും ഇവർ കാണിക്കണം. അതുപോലും ഇവർ കാണിച്ചില്ല. എത്ര മീറ്റിങ്ങുകൾ നടന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫാബായിട്ട് മീറ്റിംഗ് നടന്നു, അത് കഴിഞ്ഞ് മഞ്ഞപ്പട മീറ്റിംഗ് വിളിച്ചു. ഇത്രയും മീറ്റിങ്ങുകളിലും ഇവരാരെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു? ഇവരെന്താ പറഞ്ഞത്? ഇവരങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇവർ പറഞ്ഞ ഇന്റർകാശിയുടെ ടീമിനേക്കാളൊക്കെ നല്ല ടീമാണ് നമ്മൾ. അതൊക്കെ കോച്ച് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനേക്കാളൊക്കെ ക്വാളിറ്റിയുള്ള ടീമാണ് നമ്മളെന്ന്. ഒരു ക്ലബിലും കളിക്കാണ്ട് സീറോ സാലറിക്ക് വന്ന് പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെ വിറ്റ് കളഞ്ഞിട്ട് പറയുന്ന വർത്തമാനമാണ് ഇവർ ഫാൻസിനോട്. അപ്പോൾ അത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതൊരു രീതിയിലുള്ള മാനിപ്പുലേഷനാണ്. കാരണം അവർക്കറിയാം ഈ സത്യങ്ങളൊന്നും പുറത്തു വരില്ല. നമ്മൾ ആരിതിൻ്റെ പുറകെ പോകാൻ, ഏത് ഇൻ്റർവ്യൂവിൽ എന്ത് വരാൻ എന്നൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ സീസൺ ഇങ്ങനെ തന്നെ തള്ളി നീക്കാം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇവർ തന്നെ ഈ സീസണിന് മുമ്പ് ഒരു അജണ്ട അങ്ങോട്ട് സെറ്റ് ചെയ്യും. ഇതാണ് ഈ സീസൺ, ഈ നറേറ്റീവാണ് നമ്മൾ വിടാൻ പോകുന്നത്, സീസൺ കഴിയും പരിപാടി പോവും. അതാണ് ഇത് വെച്ചാണ് ഇവർ ഈ സീസൺ ഓടിക്കാനിരുന്നത്. എന്തായാലും അതെല്ലാം കൂടെ പൊളിഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ ചിലപ്പോൾ പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലും ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പല കാര്യം ഇപ്പം തന്നെ അവർ കുറച്ചൊന്ന് എഫക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഫാൻസിനെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഡെസ്പറേഷനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ആൻഡ് റിസൾട്ടുകൾ നന്നായില്ലെങ്കിൽ ഇനിയും പ്രഷർ വരും. കാരണം നമ്മളാരും ഇത് നിർത്താൻ പോകുന്നില്ല. നമ്മൾ ഈ മാഗ്നത്തിനെ കൊണ്ട് അവരെന്തെങ്കിലും ഉടായ്പ ഇതുപോലെ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ശരിക്കും പല കാര്യങ്ങളും നമ്മൾ പലതും ചെയ്യണ്ട. കാരണം നമ്മുടെ കയ്യിൽ ക്ലിയർ പ്രൂഫ് ഇല്ലല്ലോ. അപ്പോൾ അതൊരു അലിഗേഷനായി മാറും. നമ്മൾ വ്യൂസിന് വേണ്ടി നെഗറ്റീവ് പറയുന്നു, നമ്മൾ കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്തകൾ ചില ആൾക്കാരിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാത്തത്. ഇപ്പം അലിഗേഷൻസ് വെച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഈ ഓണർഷിപ്പിനെ കുറിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കും. ഞാനതൊക്കെ പഠിച്ചിട്ട് ഇരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ അതൊരു അലിഗേഷനായി മാറും. മനസ്സിലായില്ലേ? അപ്പം ഇത് ഓൾറെഡി കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനത് ഓരോന്നൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷേ അത് നിങ്ങളുടെ ഫ്രീഡമാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുക. അങ്ങനെ കുറേ ഡോട്ടുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് എന്താണ്, ഇവർക്ക് ശരിക്കും ഒരു സ്പോർട്ടിംഗ് അംബീഷൻ ഉണ്ടോ? ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന എൻറ്റിറ്റി, ഈ ഒരു ടീമിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും സ്പോർട്ടിംഗ് അംബീഷൻ കൊണ്ട് തന്നെയാണോ ഇവർ ഈ ക്ലബ്ബ് കൊണ്ട് നടക്കുന്നതെന്ന് വരെ ഇപ്പോൾ എനിക്ക് സംശയം അടിച്ചു തുടങ്ങി. കാരണം അങ്ങനെ ഒരു അംബീഷൻ, സ്പോർട്ടിംഗ് അംബീഷൻ ഉള്ള ഒരു ടീം ഒരിക്കലും ഈ പരിപാടി കാണിക്കില്ല. ഇങ്ങനെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ ഇത്രയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സീസണാണെന്ന് നമുക്കറിയാം. അൺസർട്ടൺ, പൈസ ഇല്ല, ഇതില്ല, റിക്രൂട്ട്മെൻ്റ് ഒന്നും വിചാരിച്ച രീതിയിൽ നടക്കാൻ പറ്റില്ല. ഒരു ക്ലബിനും വിചാരിച്ച രീതിയിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓബ്വിയസ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഈ താരങ്ങളെ പറഞ്ഞു വിടുന്നു? കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ താരങ്ങളെ എൻ്റെ പ്ലാനിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. കോച്ചിന് ഈ പ്ലേയേഴ്സ് വേണമെന്ന് തന്നെ. എന്നിട്ടും ഓഫർ വന്നു, അപ്പോൾ അവർ വിൽക്കാമെന്നുള്ളൊരു കൺസിഡറേഷൻ ഈ ക്ലബ്ബ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന എന്താ, ഭയങ്കര സസ്റ്റൈനബിലിറ്റിയുടെ ആശാന്മാരാണ് ഇവർ. ഇന്ത്യൻ ഫുട്ബോളിൽ വേറെ ഏതൊക്കെ ക്ലബ്ബ് നഷ്ടത്തിൽ പോയാലും നമ്മൾ ലോങ് ടേമിൽ ഓക്കെ ആയിരിക്കും. ബിക്കോസ് നമ്മൾ സസ്റ്റൈനബിൾ അപ്രോച്ചാണ് പണ്ട് തൊട്ടേ, പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്.
നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു അക്കാഡമി പ്ലെയർ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മുടെ അക്കാഡമിയിൽ നിന്നുള്ള പ്ലെയർ ആയിരിക്കും. ഇമാതിരി ഭീകര ചിന്തകളൊക്കെ ഉള്ള ഭയങ്കര വിഷനൊക്കെ ഉള്ള ഓണർഷിപ്പാണല്ലോ നമ്മുടെ. എന്നിട്ട് അവർക്ക് ഇങ്ങനൊരു സീസണിൽ ഇത്രയും ലോജിക്കില്ലാത്ത തീരുമാനം എങ്ങനെ എടുക്കാൻ പറ്റുന്നു? ഈ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വിറ്റ് കളയുക, എന്നിട്ട് കുറേ 0 സാലറിയിൽ കളിക്കാരെ കളിക്കാൻ കൊണ്ടുവരിക. ഇവരാരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് ശരിക്കും ഇതിനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ണിപ്പൊടി ഇടുക എന്ന് പറയും. ഫാൻസ് നോക്കുമ്പോൾ എന്താ, സൈനിങ്ങൾ നടക്കുന്നു, ആൾക്കാർ വരുന്നു, മാനേജ്മെൻറ്റ് കഷ്ടപ്പെട്ട് 6 ഫോറിൻ താരങ്ങളെ ഇറക്കുന്നു, ഇവർക്ക് ആർക്കും സാലറിയും കൊടുക്കുന്നില്ല, വെറുതെ എവിടെ നിൽക്കുകയോ പിടിച്ച് നിങ്ങൾക്കൊരു 2-3 മാസം ഇവിടെ കളിക്കാനൊരു അവസരം തരാം, 3 മില്യൺ സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉള്ള ക്ലബ്ബാണ്, വലിയ എക്സ്പോഷർ ആയിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ഈ പാവങ്ങളൊക്കെ ഇവിടെ കളിക്കാൻ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പ്ലെയേഴ്സിന് നമുക്കറിയാമല്ലോ, ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ കരിയർ എന്ന് വെച്ചാൽ ഇപ്പം ഞാനോ നിങ്ങളൊക്കെ ഒരു ഓഫീസിൽ പണിയെടുക്കുന്ന പോലെയല്ല, നമുക്കൊരു 10, 40, 50 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പണിയെടുക്കാം. ഇവർക്ക് അങ്ങനെയല്ല. അപ്പം ഇവരൊക്കെ കരിയർ ഇങ്ങനെ സ്റ്റാഗ്നേറ്റ് ആയി ഒരു സ്ഥലത്ത് നിന്ന പ്ലെയേഴ്സിനെയൊക്കെ തേടി പിടിച്ച് ഇവിടെ ഒരു അവസരം തരാമെന്ന് പറഞ്ഞ് കളിപ്പിക്കാൻ കൊണ്ടുവന്ന് സാലറിയും പോലും ഇല്ലാണ്ട് 0 സാലറിയിൽ കളിപ്പിച്ച് ഈ സീസൺ തള്ളി നീക്കാമെന്ന് നോക്കി നമ്മുടെ മാനേജ്മെൻറ്റ്. അതാണ് സംഭവം. എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ ടു റൂയിൻ എ ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ഒരു സാധനമാണ്. അവിടെ ഇരിക്കുന്ന ഓണർ, അവിടെ ഇരിക്കുന്ന CEO, അവിടെ ഇരിക്കുന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ, ഇവരെല്ലാവരും തന്നെയാണ് ഈ സിറ്റുവേഷനിൽ ഉത്തരവാദികൾ. അവരെന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും അതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അറിയാമല്ലോ, കോച്ചിനെയും പ്ലെയേഴ്സിനെയൊക്കെ കുറ്റം പറയുന്ന പരിപാടി നിർത്തി. ഈ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയെക്കുറിച്ചൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഞാൻ പറയാമല്ലോ, പ്ലെയേഴ്സിനൊന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഫോറിൻ പ്ലെയേഴ്സിനൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഞാനൊന്നും ഇനി ഒരു പോസ്റ്റ് മാച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ 5 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ആ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് എന്ത് പറയാനാ? ഇമാതിരി ഒരു സെറ്റപ്പിൽ വന്നിരുന്നിട്ട് പ്ലെയേഴ്സ് ഒരു പൈസ പോലും ഉണ്ടാക്കാത്ത പ്ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യാൻ അവരോട്? അപ്പം ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കേണ്ടത് മാനേജ്മെൻറ്റിനോട് തന്നെയാണ്. അവരിതിനെന്താ അടുത്ത റെസ്പോൺസ് വന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ കാര്യം നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ കോൺവെർസേഷനുകൾ ഉണ്ടാക്കുക. ഇൻസ്റ്റഗ്രാമിലായാലും ട്വിറ്ററിലായാലും എക്സിലായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും. ഈ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂ മാക്സിമം ഈ ആർട്ടിക്കിൾ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക. അത് വായിക്കുമ്പം അത് എല്ലാവർക്കും ക്ലിയർ ആവും. നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവർ എത്ര നാൾ അവർ ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നേ. പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ എന്നെയും ബ്ലോക്ക് ചെയ്യായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ക്ലബ്ബ് മിക്കവാറും എന്നെയും ബ്ലോക്ക് ചെയ്യും. എന്തായാലും ബ്ലോക്ക് ചെയ്താലും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഈ ഫൈറ്റ് നമ്മൾ എന്തായാലും നിർത്താൻ പോകുന്നില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രൂഫുണ്ട്. നമ്മുടെ ഒരു മുൻ കോച്ച് വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങളത് എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങണ്ട. നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ചു നോക്കുക, അതിനെക്കുറിച്ച് നിങ്ങളൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുക. മാഗ്നം ഔട്ടാണോ, മാഗ്നം ഔട്ട് വിളിക്കുക. ഇതിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ന്യൂസ് ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു മാനേജർ വന്നിങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ. അതാണ് എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ നമ്മുടെ പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ അല്ലേ ഫ്രാൻചു, പുള്ളിയെക്കുറിച്ചൊരു വീഡിയോ ആക്ച്വലി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനത് അതിൻ്റെ ഇടയിലായിരുന്നു ആക്ച്വലി. പിന്നെ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ നാളെ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബിക്കോസ് ഞാൻ ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ഞാൻ മറ്റേ വീഡിയോ ക്യാൻസൽ ചെയ്യായിരുന്നു. ബിക്കോസ് ആ ഒരു മൂഡിലല്ലോ. ഈ ഫോറിൻ പ്ലേയേഴ്സ് 0 സാലറിയിൽ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പുതിയൊരു സൈനിങ്ങിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ബട്ട് ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു. ബിക്കോസ് അതുകൊണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം BFC മാച്ചിന് ശേഷം കാണാം. 5 കാര്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്യുമെന്നറിയില്ല. എന്തായാലും ഒരു പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ എന്ന രീതിയിലൊരു വീഡിയോ ചെയ്യാം. Until then, you take care. Bye for now.